എന്താ ഇവിടെ നടക്കേ? അത് പിന്നെ ഒന്നുമില്ല. പക്ഷെ ഞാൻ അതല്ലല്ലോ കണ്ടത്. അല്ല, നീ എന്തായി കണ്ടേ? കണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായി പറയണേ? വെറുതെ ഇല്ലാത്ത കാര്യം പറയലേ. എന്റെ അമ്മയാണ് സത്യം. അമ്മനെ അച്ഛനെ സത്യം വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ ജാസ്മിൻ ഇത്? നീ എന്താ അതിന് കണ്ടേ? കണ്ട കാര്യം പറ. നിങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. ഹേ, മുഖത്തോട്ട് മുഖം നോക്കിയിരുന്നതല്ല, പെട്ടെന്ന്. ഇല്ല ഇല്ല, നീ ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ എനിക്ക് മാത്രമേ അറിയൂ. പക്ഷേ സാർ അങ്ങനെയല്ല. സാർ അതിനൊക്കെ നിൽക്കൂ. നീ എന്തെങ്കിലൊക്കെ പറഞ്ഞോ, നിന്റെ വായല്ലേ. ഞാൻ പോവാ. പിന്നെ എനിക്ക് നിന്നോട് ഒന്നുമില്ല, ഒന്നുമില്ല. ഇനി നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ തോന്നൽ മാത്രമാണ്. ശരിയെന്നാ. എന്താ ജാസ്മിൻ ഇതാ ഇല്ലാത്ത ഓരോ കാര്യം പറഞ്ഞു വന്നോളൂ. ഒരിക്കലല്ലേ എബിൻ, നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ രക്ഷിച്ചതല്ല നിന്നെ. രക്ഷിക്കേ? എന്നെയോ? എപ്പോ? ഓള് അന്നെ ബ്രെയിൻ വാഷ് ചെയ്യലായിരുന്നോ? അതിന് ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ. പിന്നെ വലിയ കാര്യം തന്നെ. എന്റെ ബർത്ത്ഡേ ദിവസം തന്നെ നീ കൊളാക്കരുത്. ഞാനിപ്പോ എന്താ ചെയ്തേ? ഓൾക്കും വേണ്ടിട്ട് ഇല്ലാത്ത കടകൾ തപ്പിയിട്ട് ഓരോ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ മേടിച്ചിരുന്നത്. ഞാൻ പൊട്ടത്തി. ഇതിനെല്ലാം കാരണം അവളാ, സാറ. കാണിച്ചരാ എബിന്റെ ബർത്ത്ഡേ നീ കൊളാക്കുന്നത് എങ്ങനെയാണെന്ന്. നീ അവർക്ക് വേണ്ടിട്ട് എന്തായാലും സൂപ്പർ ഗിഫ്റ്റ് ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതൊക്കെ ഞാനിപ്പോ തകർക്കാൻ പോവാ. ഹാപ്പി ബർത്ത്ഡേ മച്ചാ. താങ്ക്സ് അടാ. ഇവരെന്താ ഇങ്ങനെ? നമ്മൾ വന്നിട്ട് നമ്മളെ മെയിന്റ് പോലും ചെയ്യുന്നില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പ്രണവ്. എന്താ അർജുനെ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല. എന്നാ ശരി. അല്ല, നീ എന്താ മാറ്റാത്തേ? ഇപ്പൊ പോവാൻ നിക്കായിരുന്നു, അപ്പളാ നിങ്ങളെ കണ്ടേ. മച്ച ഇവിടെ ഇരിക്കട്ടോ, എല്ലാവരും ഇവിടെ ഇരിക്കണേ. അമ്മ ഇപ്പൊ പായസം കൊണ്ടുവരൂ. പായസോ? എനിക്ക് പായസം ഭയങ്കര ഇഷ്ടാ, കൊറേ കാലം കഴിച്ചിട്ട്. എന്നാലേ ഇപ്പൊ കൊണ്ടുവരൂ. എന്റെ ദൈവമേ, എത്ര കുട്ടികളായത്! എബിന് പറഞ്ഞാ മതി, എല്ലാത്തിനും വിളിച്ചോളൂ. മിക്കവാറും പായസം തീരുന്ന തോന്നേ. ഇവരെന്താ പായസം തരാതെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കണേ? പായസം എടുക്ക്. പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ അപ്പുറത്തെ മുറിയിൽ വെച്ചാ മതി. അവിടെ ഫംഗ്ഷൻ നടക്കുന്നേ. അതിനെന്താ വെക്കാലോ. ശരിന്നാ, പായസം കുടിച്ചിട്ട് ക്ലാസ് ഇവിടെ വെച്ചാ മതിട്ടോ. ഞാനത് എടുത്തോളാം. ഒട്ടും ടേസ്റ്റ് ഇല്ല. നീ എന്തേ പറയണേ? നല്ല മധുരമുണ്ട്. മധുരം തന്നെ, മധുരം നല്ലോണം ഓവറിക്കണേ. അതുകൊണ്ട് തന്നെ ഒരു കയ്പ് ടേസ്റ്റ്. പോരാത്തിന് സേമിയും സൗനരിയൊന്നും വെന്തിട്ടില്ല. പിന്നെ ക്രിസ്മസിന്റെ ക്യാഷിന്റെ കാര്യം പറയണ്ടല്ലോ, നേരെ അവണ് വറുത്തിട്ട് പോലും ഇല്ല. പക്ഷേടാ നല്ല പായസം, എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാതും പാകത്തിനല്ലേ. ഇത്രയും ടേസ്റ്റ് ചെയ്ത പായസം എന്റെ ലൈഫിൽ ഞാൻ കുടിച്ചിട്ടില്ല. എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നേക്കേ. അയ്യയ്യേ, എന്നിട്ട് വേണം പ്രിൻസിപ്പൾ നിന്റെ കയ്യില് 2 ഗ്ലാസ് പായസം കാണാന്. നിനക്കതൊരു മോശമല്ലേ? പിന്നെ നിന്നോടാരെ പറഞ്ഞേ എനിക്ക് കുഴപ്പമുണ്ടെന്ന്? എനിക്കൊരു കുഴപ്പമില്ല. നീ അതങ്ങോട്ട് തന്നെ. നിനക്ക് കുഴപ്പമില്ലെങ്കിലും നിന്നെ കാണുമ്പോ എനിക്ക് കുഴപ്പമുണ്ട്. നീ കുടിക്കണ്ടടാ. പോരാത്തിന് നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ സേമിയൊന്നും വെന്തിട്ടില്ലല്ലോ. എല്ലാം കൂടി നീ കുടിച്ചാലേ നിന്റെ വയറിനത് അസുഖാവും. ചുരുക്കം പറഞ്ഞ അനക്കാ പായസത്തിന് കുറ്റം പറയും വേണം, അത് കുടിക്കും വേണം. എടാ സത്യമായിട്ടോ ഇതിടാ ഒട്ടും ടേസ്റ്റ് ഇല്ല. പിന്നെ കഷ്ടപ്പെട്ട് എബിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കുടിക്കുക. നീ ഒന്ന് പോയടാ അവിടുന്ന്. നിന്നോട് സംസാരിച്ചാലേ പായസത്തിന്റെ ചൂടോട് കുറയൂ. ഒന്നും ഏറ്റില്ല. ചേ ദൈവമേ, എന്തോ ഒരു വലിപ്പമുള്ള സമ്മാനം ഇത്. എന്നാലും എന്തായിരിക്കും ഇത്? എന്തായാലും ഇപ്പൊ എന്താ ഈ കൊടുത്ത സമ്മാനം ഇവള് ഓൾക്ക് കൊടുക്കാൻ പോണില്ലല്ലോ. വന്നോ? എന്താ സാറേ ഇത് ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ? അല്ല, നിങ്ങളെന്താ ഗിഫ്റ്റ് അവിടെ കൊണ്ടുവെക്കാത്തേ? അതൊക്കെ ഞങ്ങൾ ഇഷ്ടല്ലേ. അല്ല, നിങ്ങക്ക് ഇനി അവിടെ കൊണ്ടുവെക്കാന് വല്ല തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവെക്കാം. പുറത്തുനിന്ന് ഈ വീട്ടിലേക്ക് വരെ ഈ സമ്മാനം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ ഇവിടെ നിന്ന് ആ റൂമിലേക്ക് കൊണ്ടുപോവാന് ഞങ്ങൾ കൊണ്ടുപറ്റൂ. എന്നാ പിന്നെ അങ്ങ് കൊണ്ടുവച്ചൂടെ? കുറെ നേരെയോള് പുറത്ത് വന്നല്ലോ. മോളെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നു. ഈ പെണ്ണെ നീ എന്റെ ഒരൊറ്റ അടിക്ക് തികയൂല.
മോളൊന്ന് അടിച്ചു നോക്ക്, അപ്പ അറിയാം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഞാൻ അടിച്ചിട്ട് ഇവിടെ നാട്ടി ചോരക്കളി ആയിരിക്കും. 2024 കോമഡി ചോരക്കളി. ചിരിച്ചോ, കുറച്ച് കഴിയുമ്പോ കരയാനുള്ളതാ. ചുമ്മാ ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടി. പിന്നെ നിന്റെ ഔദാര്യത്തിലാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ സാറാ, ഈ അധികം കാലൊന്നും ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കൂല. സൂക്ഷിച്ചോ. ജാസ്മിനാ പറയണേ. ജാസ്മിനല്ലേ പറയണേ, അല്ലാതെ റോസാപ്പൂ ഒന്നല്ലല്ലോ. ഒന്ന് പോ കൊച്ചവിടുന്ന്. എന്തായാലും നമുക്ക് ഈ ഗിഫ്റ്റ് കൊണ്ടുപോയി വെക്കാം. അതെ അതെ, എല്ലാവരും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടെന്നാ അവിടെ പറഞ്ഞത്. ഇതാര്? എന്നെ അറിയില്ലേ? ഈ കെവിനിസ്ത സൂപ്പർ സ്റ്റാറിനെ? ഇല്ല. സാറില്ല, പോട്ടെ. അല്ല, നീ ആരാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങള് എബിന്റെ ബർത്ത്ഡേക്ക് വന്നതല്ലേ? എന്നാല് ആ എബിന്റെ അനിയനാ കെവിൻ. ഇവൻക്ക് അനിയനും ഉണ്ടോ? ഉണ്ടല്ലോ, ഒരു ചേച്ചിയും ഉണ്ട്, എൽസ. ഓഹോ, നിങ്ങൾ എനിക്ക് ചെറിയ സഹായം തരുമോ? എബിന്റെ പോലെ കള്ളത്തരങ്ങളൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ ചെയ്തരാം. ഹേ, എബിന്റെ പോലെ ഒന്നല്ല, ഞാൻ കെവിന്റെ പോലെയാ. ശരി, എന്ത് സഹായം നിനക്ക് വേണ്ടേ? അതെന്താന്ന് വെച്ചാല് മമ്മി ഉണ്ടാക്കിയ പായസം തരുന്നില്ല. അതെന്താ നിനക്ക് തരാത്തേ? മമ്മിക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല. നല്ല കഥ, ഒരമ്മക്ക് മോനെ ഇഷ്ടമില്ലാന്നോ? നീ കള്ളം പറയാ. അല്ല ചേച്ചി, സത്യവാ. പായസത്തിന് മണം മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ചപ്പോ ഞാൻ അടുക്കളയിലോട്ട് കയറി നോക്കി. അമ്മ ഒരിറ്റു പായസം പോലും തന്നില്ല. അതെന്താ നിനക്ക് തരാത്തേ? അത് പറ. നല്ല കുരുത്തക്കേട് കളിച്ചിട്ടാവും. കുരുത്തക്കേടില്ലാതെ പിള്ളേരുണ്ടോ ചേച്ചി? എനിക്ക് 7 വയസ്സേ ആയിട്ടുള്ളൂ. 7 വയസ്സ് കാണിക്കുന്ന കുരുത്തക്കേടൊക്കെ ഉണ്ടാവും. ശരി, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പായസല്ലേ, അത് ഞാൻ എടുത്തുതരാം. എന്തായാലും നീ തന്നെ പോയി എടുത്തോ. എല്ലാം കൂടി കൂട്ടം കൂടി ഇരുന്നാലേ ആളുകൾക്ക് സംശയം തോന്നും. അത് പോയിന്റ് നോക്കി നിക്കാതെ പെട്ടെന്ന് പോയിട്ട് എടുക്ക. എന്താ മണം? എന്താടാ എനിക്ക് ഇവിടെ കാര്യം? അത് പിന്നെ മമ്മി, ഞാൻ പായസം കഴിഞ്ഞത് നോക്കാൻ വന്നതാ. അതെന്തിനാ? പാത്രം മൂറി വെക്കാനാണോ? ഹേ, അങ്ങനൊന്നുമില്ല. നാലേ മോന് സ്ഥലം കാലിയാക്കിട്ടോ. എന്താ മമ്മി ഇത് പായസം? അത് പിന്നെ എന്താ? എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിന്. അതിനു വേണ്ടി അവനെ ഞാൻ വിട്ടതാ, അല്ലാതെ അവൻ പായസത്തിന് വേണ്ടി വന്നതല്ല. പറ്റിച്ചേ മമ്മി, ഞാൻ പായസം എടുക്കാൻ വന്നതല്ല, അവർക്ക് വെള്ളം എടുക്കാൻ വന്നതാ. പിന്നെന്തിനാ ഈ പായസപാത്രം തുറന്നിരിക്കണേ? അത് പിന്നെ മമ്മി, വെറുതെ നോക്കിയതാ. മമ്മിയല്ലേ പറഞ്ഞേ ഇവര് പോയി കഴിഞ്ഞാല് ഈ പായസം തരുന്ന. അപ്പൊ പായസം കഴിഞ്ഞോന്ന് നോക്കിയതാ. ഈ അങ്ങനെ കഴിഞ്ഞെന്ന് നോക്കണ്ടേട്ടോ. അല്ല കുട്ടികളെ, നിങ്ങക്ക് പായസം ഞാൻ തന്നീനോ? ഇല്ലാന്ന് പറ ചേച്ചി, പ്ലീസ്. ഇല്ലല്ലോ. ആണോ? ഞാനെന്നാ തരാൻ മറന്നതാവും. എന്നാ 2 ഗ്ലാസ് എടുക്കാണേ. കെവിൻ, ഇവിടുന്ന് പോവാൻ നോക്ക്. ഓക്കെ, നമ്മളോടൊന്നും സ്നേഹമില്ലാന്ന് മനസ്സിലായിക്കണേ. അതെ, ആ ലഡു തിന്നുമ്പോ ഓർക്കണേനോ. തീപ്പെട്ടിക്കൊള്ളിന് അത്ര വലിപ്പമുള്ളെന്ന് വെച്ചിട്ടെന്താ? എന്തൊരു ഉപദ്രവ നിനക്കൊണ്ട്. പിന്നെ കുട്ടികളെ, ഇവൻ പലതും പറയിട്ടോ, അതിലൊന്നും മയങ്ങരുതേ. ഇവൻ മയക്കാൻ ഭയങ്കര ഉഷാറാ. അതേപോലെ തന്നെ നല്ല കുരുത്തക്കേടായിരിക്കും. മമ്മിന്റെ സ്വഭാവം കിട്ടിയോണ്ട ഞാൻ ഇങ്ങനെ ആയത്. എല്ലാരും പറയും എനിക്ക് മമ്മീന്റെ സ്വഭാവമാന്ന്. നെല്ലുകൂടി എന്റെ തലയിലിട്. തരന്ന് കാണിച്ചേ, ഞാൻ ഇട്ടുതരാം. എന്റെ കയ്യിലെന്താന്ന് എനിക്കറിയോ? അപ്പൊ മമ്മിക്ക് അതിന്റെ പേര് അറിയില്ലെന്നർത്ഥം. അവനെങ്ങനെ കാണിക്കുന്നു? പാവം അവന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറയാത്ത. ഓവറങ്ങ് കളിച്ചാലേ കുട്ടികൾ കേടായി പോവും. ശരി, നിങ്ങൾ ലിവിംഗ് ഏരിയയിലേക്കൂട്ടോ. ഞാൻ അങ്ങോട്ട് പായസം കൊണ്ടുവരാം. എത്രാന്ന് വെച്ചിട്ട് ഈ കുട്ടികൾക്ക് പായസം കൊടുക്ക? അറിയാതെ ചോദിച്ചു വരാ. അപ്പൊ അവർക്ക് പായസം കൊടുത്തിട്ടില്ലെന്നത്ര. എന്റെ ദൈവമേ, പക്ഷെ ഞാൻ ഗ്ലാസ് കൊടുത്തതാണല്ലോ. ആ, വേറെ ആർക്കെങ്കിലും ആയിരിക്കും. പാവണ്ട് എന്റെ കെവിനിക്ക് അവസാനം പായസം കിട്ടുമോന്നാവോ? കിട്ടും, ഞാൻ ഗ്ലാസ് എടുത്തെടുക്കുന്നുണ്ട്. എന്നാ ശരിട്ടോ, കുടിക്കിട്ടോ. ചേച്ചി പായസം. ഓക്കെ, നിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്നാ പിടി. എന്റെ ദൈവമേ, ഇത്ര നേരം അറിയോ ഈ പായസം എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് കൊതിക്കിന്. ഒരുപാട് താങ്ക്സ് കേട്ടോ ചേച്ചിമാരെ. എന്ത് രുചിയാ! നീ അതിനെ വർണ്ണിച്ചുകൊണ്ടിരുന്നോ? ഇതെങ്ങനെ നിന്റെ മമ്മി കണ്ടാലേ പെട്ടെന്ന് കുടിക്കാൻ നോക്ക്. അത് പോയിന്റ് ചേച്ചി, കുടിക്കട്ടെ. ഇതല്ലേ സാറിന്റെ ഗിഫ്റ്റ്? സൂപ്പർ ആക്കി തരാട്ടോ. ഈ ഗിഫ്റ്റിന്റെ ഉള്ളിൽ ഞാന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗിഫ്റ്റ്. അത് മിക്കവാറും എന്തെങ്കിലും നല്ല സാധനം ആയിരിക്കും.
Thank you.